ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഈന്തപ്പഴം കൊണ്ടുള്ള കൂട്ടാനാണിന്ന്. എരിവും മധുരവും പുളിയും അങ്ങനെ പല രസങ്ങൾ ചേർന്ന് നല്ല സ്വാദുള്ള വിഭവമാണ്. ഈന്തപ്പഴം കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്. 20 ഈന്തപ്പഴമുണ്ട്. ഒരെണ്ണം നീളത്തിൽ മുറിച്ചിട്ട് 4-5 കഷ്ണാക്കി എടുക്കാം. അങ്ങനെ നുറുക്കി വെച്ചതാണിത്. നാളികേരം ഒരു 3 ടേബിൾ സ്പൂൺ അരയ്ക്കാനെടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചതാണ്. 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചു. ആദ്യം ക്രഷ് ചെയ്തെടുത്തിട്ട് വെള്ളം ചേർത്തരച്ചു. ഇത് 1 ബൗൾ നിറച്ചുണ്ട്. അതുപോലെ 1 ബൗൾ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. നീളത്തിൽ കീറിയതാണ്. ചീനച്ചട്ടി ചൂടായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം, 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 2 ഇഞ്ച് ഇഞ്ചി ചെറിയ കഷ്ണാക്കിയത്, 6 വെളുത്തുള്ളി നുറുക്കിയത്. ഒന്ന് വഴന്നു വരണം. പച്ചമണം മാറി നിറം മാറി വരുമ്പോൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഉള്ളി നുറുക്കിയത്. ഫ്ലെയിം കുറച്ച് വയ്ക്കുകയാണ് നല്ലത്. നാല് പച്ചമുളക് നടുമുറിച്ചതാണ്, അതൊന്ന് കീറിയിട്ടത്. അധികം എരിവുള്ള പച്ചമുളകല്ല, കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ നമ്മൾ വേറെ. ഉള്ളി നന്നാക്കി വെച്ച് ബാക്കിയൊക്കെ വേഗം ആയിക്കോളും. ചെറിയ തീയിൽ വെച്ചിട്ട് തൈര് ഉടച്ചെടുക്കുക ആ സമയം കൊണ്ട്. ഇളംപുളിയുള്ള കട്ടത്തൈരാണ്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് പൾസ് ചെയ്തെടുത്ത് വയ്ക്കാം. ഉള്ളിയൊക്കെ ഇപ്പോൾ വഴന്നു പാകത്തിന്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. പൊടികളെല്ലായിടത്തും എത്തണ പോലെ ഇളക്കിയിട്ട് ഡേറ്റ്സ് ചേർക്കാം. ഈന്തപ്പഴത്തിന് പ്രത്യേകിച്ച് വേവൊന്നും ഇല്ലെങ്കിലും ഒന്ന് സോഫ്റ്റ് ആവണം ചൂടായിട്ട്. ഇത്തിരി കട്ടിയിലുള്ള ഡേറ്റ്സാണ് ഈ കൂട്ടാൻ നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കാനൊന്നും പറ്റില്ല. കൂട്ടാനിൽ ചേർക്കുമ്പോൾ കാണുമില്ല, അലിഞ്ഞു പോകും. വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും ഡേറ്റ്സ് കൊണ്ട് ഇങ്ങനെ നല്ല കൂട്ടാൻ ഉണ്ടാക്കാം. ഇതിപ്പോൾ എല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട്. നാളികേരം അരച്ചത്. ഇനി എല്ലാം നല്ലോണം യോജിപ്പിക്കാം. ഇപ്പോൾ കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി പാകാക്കാം. തൈര് ഉടച്ചതും കൂടി ഇനി ചേർക്കും. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വെള്ളം ചേർക്കാം. ഇപ്പോൾ ആകെ 1 ഗ്ലാസ് വെള്ളം ചേർത്തു. ഇനി തിളക്കട്ടെ. ഓഫ് ചെയ്യാം. ഇനി ആവി പോയിട്ട് ചൂടൊന്ന് കുറയണം. എന്നിട്ട് തൈര് ഒഴിക്കാം. ഇത്രയും ചൂടിൽ തന്നെ തൈര് ചേർത്താൽ കൂട്ടാൻ കയ്പ്പാവും. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി തൈര് പഞ്ചസാര ചേർത്ത് ഉടച്ചതും കൂടി ചേർക്കാം. അങ്ങനെ നല്ല സ്വാദുള്ള കൂട്ടാനായി. ചോറിനും ചപ്പാത്തിക്കും നല്ലതാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇടയ്ക്ക് ഡേറ്റ്സ് ഒക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. ഇനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാ രസങ്ങളും ചേർന്ന കൂട്ടാനാണ്. ഉണ്ടാക്കി നോക്കുക. ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.